അങ്ങനെ കുടുങ്ങി കഴിഞ്ഞാൽ തീർന്നു. You mean Kashnuji? Yeah. നമ്മൾ ദുബായിൽ ഒരു സ്റ്റേക്കേഷന് പോയിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇത്. ഇതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോ കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ വ്ളോഗൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടണം എന്ന് വിചാരിക്കും, പക്ഷേ എന്താണെന്നറിയില്ല, ഈ മടി പിടിച്ചിട്ടുണ്ടല്ലോ, ആ ഫോണൊന്ന് എഡിറ്റ് ചെയ്യാൻ പോലും എടുക്കാൻ തോന്നില്ല. അതൊക്കെ പോട്ടെ, നമ്മൾ മെട്രോയ്ക്കാണ് കേട്ടോ അവിടെ നിന്ന് പോയത്, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ മെട്രോ പിടിച്ച് നമ്മൾ അവിടെ എത്തി. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ ഈ ബ്ലോഗിൽ കാണിക്കും. ദുബായിൽ ടൗൺ പ്ലാസ എന്ന് പറഞ്ഞ ഹോട്ടലിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസത്തേക്കായിരുന്നു കേട്ടോ. അപ്പം ഇതായിരുന്നു നമ്മുടെ റൂം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഒരു ഭാഗത്ത് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയവും പിന്നെ വേറൊരു ഭാഗത്ത് നമ്മുടെ ബുർജ് ഖലീഫയുടെ കുറച്ച് ഭാഗവും അങ്ങനെയാണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് അടിയിലേക്ക് ബായ് നോക്കി നിന്നു. എന്നിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് വന്നത്. പിന്നെ ഇവിടെ എത്തിയപ്പം ഒരു 4-5 മണിയായി. അപ്പം വിശന്നിട്ട് വയ്യായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ വിശപ്പിട്ട് അസുഖമുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ KFCയുടെ ബർഗർ ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ 2 ബർഗർ അകത്താക്കിയപ്പം അത്യാവശ്യം വിശപ്പ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു സമാധാനം കിട്ടി. പിന്നെന്താണ്, പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരാളവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. മിക്കാൻ പോവാണോ അല്ലെങ്കിൽ വെറുതെ എടുത്ത് ഇട്ടേക്കുവാണോ എന്ന് അറിയാൻ പാടില്ല. എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാം, പുറത്തേക്കൊന്ന് പോവാം എന്ന് വിചാരിച്ചിട്ട് ഒരു പൂളുണ്ടേ. അപ്പം നമ്മൾ പോയ ദിവസം ഭയങ്കര മഴയൊക്കെ ആയിരുന്നേ. മഴയാകുമ്പം പൂള് തുറക്കോ എന്ന് ഡൗട്ടായിരുന്നു. അപ്പം പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോയി. ആ പോയ വഴി നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു, ജസ്റ്റ് തലക്കാലത്തിൽ കഴിക്കാനായിട്ട്. അപ്പം ഫ്രൂട്ട്സൊക്കെ വെച്ചു, പിന്നെ ഒരു ചായ കുടിച്ചു. പിന്നെ ഞാൻ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് സെർച്ച് ചെയ്യാൻ നടക്കുമായിരുന്നേ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വന്നപ്പോഴേക്കും നൈറ്റായി. നൈറ്റും ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നേ. പിന്നെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നു. പിന്നെ ആരൊക്കെയോ റിസപ്ഷനിൽ വിളിച്ചിട്ട് ഓരോന്നോരോ ഇങ്ങനെ പടം പറയുന്നുണ്ടായിരുന്നേ. ഒരു ദിവസത്തേക്ക് നമ്മൾ റിച്ച് ആണല്ലോ. കുബേരനത്തെ പോലെ ഇന്ന് രാത്രി നാളെ ഉച്ച വരെ നമ്മൾ പണക്കാര്. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നമ്മുടെ ഞാനീ ആർമാദിക്കുവിൻ. You mean Kashnuji? ഇതെന്താണെന്നറിയോ, ഇവിടുത്തെ ഒറിജിനൽ പ്രൈസ് കേട്ട് ഞാൻ ഞെട്ടിപ്പോയതാണ്. ഇപ്പോൾ നമ്മൾ ഇച്ചിരി ഓഫറിന് വന്ന് ഇന്ന് വേഗം ബുക്ക് ചെയ്ത് വന്നതല്ലേ. ഇവിടെ ഒടുക്കത്തെ പൈസയാണ് കേട്ടോ, എല്ലാത്തിനും കാശാണ്. എന്നാലും ഒറിജിനൽ പ്രൈസ് അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഒറിജിനൽ പ്രൈസ് വരുന്നത് 1300 ദിർഹംസാണ് കേട്ടോ വേണ്ടേ. നമുക്കതൊക്കെ വലിയ തുകയാണ്. പിന്നെ നമ്മൾ ഫുഡ് ഏതാ വേണ്ടതെന്ന് കുറിച്ച് പറഞ്ഞു. പിന്നെന്താ ജാനിയപ്പോഴേക്കും നല്ല ഉറക്കായിരുന്നേ. കുറച്ച് നേരം അവിടെ വായി നോക്കി നിന്നപ്പോഴേക്കും നമ്മുടെ ഫുഡ് എത്തി. പിന്നെ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു, ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഫുഡിനെ പറ്റി. Fruit salad, chocolate, janiki, steamed vegetables, പരിപ്പ് കറി, steamed rice, സൂപ്പ്, നമുക്ക് ബിരിയാണി. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡിന്നർ ഇന്നത്തെ. പിന്നെ കഴിച്ചതൊക്കെ ദഹിക്കണ്ടേ, അപ്പോൾ ഒന്ന് നടക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റ് നടക്കാം എന്ന് വിചാരിച്ചു. രാത്രി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിൽ കൂടെ നടക്കാനും ജസ്റ്റ് മ്യൂസിയം ഒന്ന് കാണാനും നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ റൂമിൽ വന്നിട്ട് കിടന്ന് ഉറങ്ങി. അങ്ങനെ പിറ്റേ ദിവസമായി.
പിറ്റേ ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ പോകുന്നത്. പിന്നെ അന്നത്തെ ദിവസം തന്നെ ഹസ്ബൻഡിന് ആളുടെ കമ്പനിക്ക് വിളിച്ചു, അർജൻറ്റായിട്ട് വരാൻ പറഞ്ഞു. അപ്പം എന്നെയും ജാനിക്കുട്ടിനെ അവിടെ ആക്കിയിട്ട് പുള്ളിക്കാരൻ പോവും. ഫുഡ് കഴിച്ചിട്ട് പോയി. ഞങ്ങൾ രണ്ടുപേരും അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തിരിക്കാമെന്ന് വിചാരിച്ചു. മീറ്റിംഗ് ആയിരുന്നു ആൾക്ക്. അപ്പം ആളത് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം എന്നിട്ട് വേഗം തിരക്കിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ ഓടി. ഇങ്ങനെ ഫുഡിനെ പറ്റി കൂടുതൽ ഇങ്ങനെ വിശദീകരിക്കാൻ അറിയാത്തതുകൊണ്ട് എന്താണ് ചിക്കൻ നൂഡിൽസ് അങ്ങനെ എന്തോ സംഭവമായിരുന്നു. പിന്നെ ബട്ടൂരി അങ്ങനത്തെ എന്തോ സംഭവമായിരുന്നു. പിന്നെ സാധാരണ കുറേ കറികൾ, പിന്നെ ഒരു പൊട്ടാറ്റോയുടെ ഒരു ചിപ്സ് അല്ല വറുത്ത് ഫ്രൈ ആക്കിയൊരു സംഭവം, അതൊക്കെ നമുക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ജാനിക്ക് പാഴ്സലടക്കം എടുത്തു. ഹോട്ടലിൽ പോയിട്ട് ജാനി മര്യാദയ്ക്ക് കഴിക്കാണ്ട് നമ്മളിതേ പാഴ്സലെടുത്തതിൻ്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ കേട്ടോ. പിന്നെ ഞാനും ജാനിക്കുട്ടും കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നേ. വെറുതെ ചുമ്മാ ഇരിപ്പം നമ്മളെ കൂടെ നടക്കില്ല. അപ്പം നമുക്കറിയാവുന്ന പണി ഇതൊക്കെയാണ്. അപ്പോൾ ജാനിയുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവിടുത്തെ വ്യൂ അടിപൊളിയല്ലേ, അപ്പം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാം എന്ന് വിചാരിച്ചു. ഞങ്ങൾ സെറ്റായിക്കൊണ്ടിരിക്കുമായിരുന്നു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ എടുക്കുകയാണ്, അതിൻ്റെ കുറച്ച് രംഗങ്ങളാണ്. കുറച്ച് നേരം ഓടി വരാൻ പറഞ്ഞു, പിന്നെ ചാടി വരാൻ പറഞ്ഞു. അങ്ങനെ ഒന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വരുമ്പോഴേക്കും പുള്ളിക്കാരൻ ഇങ്ങനെ എത്താറാവും സമയം. പിന്നെ പുള്ളിക്കാരൻ വന്നിട്ട് നമ്മൾ ലഞ്ച് കഴിച്ചിട്ടായിരിക്കും ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യണത്. എന്താ ഒരു 2 മണി 3 മണിയാണ് അവർ പറയുന്ന ടൈം. എന്തുപറ്റി? ആര് മമ്മി തപ്പഞ്ഞാ ഷോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. പിന്നെ കരച്ചിലൊക്കെ അപ്പം തന്നെ മാറിയിട്ടാ. പിന്നെ അവൾ അവിടെ കിടന്ന് കളയാ. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും പുള്ളിക്കാർക്ക് വിശക്കണു ആയി. അപ്പം നമ്മളെന്താ കയ്യിലുള്ള എന്തെങ്കിലും കൊടുക്കണ്ടേ. കുക്കുംബർ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതും കൊടുത്തു. അപ്പോൾ പിന്നെ അതുകൊണ്ട് നിന്നില്ല, ലോലിപ്പോപ്പും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമ്മൾ ബാഗിൽ റെഡിയാക്കിയിട്ട് വന്നത്. അപ്പം അതും കൊടുത്തു. അങ്ങനെ പപ്പനെ കാത്തിരുന്ന് കൊച്ചു മടുത്തു. അപ്പോഴേക്കും പപ്പ എത്തിയായിരുന്നു കേട്ടോ. പിന്നെ പപ്പനെ വെച്ചായി കുറച്ച് ഫോട്ടോസൊക്കെ. അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇവിടെയും വരെ എത്തിയിട്ട് കുളിക്കാൻ പറ്റിയില്ല എന്ന്. അപ്പോൾ ആൾക്ക് കിടന്ന് കുളിക്കണം. കൊച്ചിനെയും കൊണ്ട് ഇതേ പോകുന്നു. പിന്നെ വെള്ളം കണ്ട പ്രാന്തായതുകൊണ്ട് അവിടെ കയറി കുറച്ച് നീതി നിറക്കാനാണ് പണി. പിന്നെ കുറച്ച് നേരം ഇപ്പോൾ 2 പേരിരുന്ന് കളിക്കുകയായിരുന്നു. എന്താ ചെയ്യുക, എന്തൊക്കെ ഞാൻ കാണണം. അങ്ങനെ കുളിയും ജപവും കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മൾ പോവാറായില്ലേ. അപ്പോൾ ലഞ്ചിന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ നല്ല രസമല്ലേ. വേറെ രസം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് വാറൊക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ നമ്മുടെ ഷാർജ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് നല്ലൊരു സൗണ്ടൊക്കെ കേട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. മഴയായാലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. വാറിൻ്റെ കാര്യമായാലും ഇവിടെ ഒരു പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ലഞ്ചെത്തി. അടിപൊളിയായിട്ടുണ്ടല്ലേ സാലഡ്. അങ്ങനെ എല്ലാം തീർന്നു. സന്തോഷവതിയായി. പിന്നെ നമ്മൾ അവിടെ ഇവിടെ വലിച്ചാൽ സാധനങ്ങളൊക്കെ നമ്മുടെ ബാഗിലാക്കണമല്ലോ, അതൊരു ചടങ്ങാണ്. അപ്പം എല്ലാം പറക്കി ഇട്ടു. നമ്മൾ പോവാൻ നോക്കുവാണേ. ഇനി ഇവിടെ നിന്ന് മെട്രോ പിടിച്ച് ബസ് പിടിച്ച് ഒക്കെ വേണം നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോകാനായിട്ട്. കാരണം പിറ്റേ ദിവസത്തെ ഡ്യൂട്ടി ഉള്ളതാണ് പുള്ളിക്കാരന്. അപ്പോൾ പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറുതായിട്ടൊരു സങ്കടം വന്നു കേട്ടോ. കാരണം വല്ലപ്പോഴൊക്കെ കിട്ടണ ഒരു ഇതാണല്ലോ ഏത് അത്.
ഇവിടെ വരുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം നമ്മൾ പ്ലാൻ ചെയ്തതാണ്, ആളൊരു സർപ്രൈസ് തന്നതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വാറിൻ്റെയൊക്കെ ആയതുകൊണ്ട് ഒന്നും നടന്നില്ല. അങ്ങനെ കയറി ചാടി പുറപ്പെട്ടതാണ്. പ്ലാൻ ചെയ്താൽ ഒന്നും നടക്കാറില്ല. അപ്പം ഇങ്ങനെ പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ വല്ലതും നടക്കും എന്നുള്ള രീതിയിൽ പോകുന്നതാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.